ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം 20-ാം തീയതി എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എയർ ഡ്രോപ്പാണ് കാറ്റിസൺ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരേക്കും ഈ ഒരു എയർ ഡ്രോപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൽ എയർ ഡ്രോപ്പിന് എലിജിബിലിറ്റി ഇനിയും നേടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഫാം ചെയ്യേണ്ട മറ്റ് പ്രൊജക്റ്റുകളും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് നമ്മൾ വെക്കുന്നത് 300 ആണ്. അതുപോലെ തന്നെ പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന എയർ ഡ്രോപ്പ് ആയിട്ടുള്ള കാറ്റിസൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് ഇന്നലെ രാത്രി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നമ്മുടെ ടെലഗ്രാമിൽ ഇട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇനിയും കാറ്റിസനിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. കാരണം അവരുടെ എയർ ഡ്രോപ്പ് ഏത് ടയറിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കാറ്റിസൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ വന്നിട്ടുള്ള ഈ ഒരു ട്വീറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാറ്റി എയർ ഡ്രോപ്പ് വിൽ റീച്ച് ഫ്രം സിൽവർ ലീഗ് ടു റോയൽ ലീഗ്. അതായത് സിൽവർ ലീഗ് മുതൽ റോയൽ ലീഗ് വരെ അച്ചീവ് ചെയ്യുന്ന ആളുകൾക്ക് എന്തായാലും എയർ ഡ്രോപ്പ് കിട്ടുമെന്ന് ഇവരിവിടെ ഉറപ്പ് തന്നിട്ടുണ്ട്. നിങ്ങളൊരു പുതിയ യൂസർ ആണെങ്കിൽ കുറച്ച് സമയമൊന്നും മെനക്കെട്ടാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു സിൽവർ ലീഗിലെങ്കിലും എത്താനായിട്ട് പറ്റും. എത്രത്തോളം എയർ ഡ്രോപ്പ് കിട്ടും എന്നൊന്നും നമുക്കിപ്പോൾ വ്യക്തമായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. എന്നിരുന്നാൽ കൂടിയും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനിയും ജോയിൻ ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ട്വീറ്റിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവർ തന്നെ ജോയിൻ കാറ്റിസൺ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഗ്രാബ് ദിസ് ലാസ്റ്റ് മൊമെൻറ്റ് ടു ജോയിൻ കാറ്റിസൺ. ഈ ഒരു അവസാന നിമിഷം കാറ്റിസൻ്റെ ടോക്കൺ ഏൺ ചെയ്യാനുള്ള ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം മുതലാക്കുക എന്ന് ഇവർ പറയുന്നുണ്ട്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രയും നേരത്തെ ചെയ്യുന്നോ അത്രയും നല്ലതായിരിക്കും. അതുപോലെ തന്നെ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മിനിമം സിൽവർ ലീഗിലേക്കെങ്കിലും എത്താനായിട്ട് ശ്രമിക്കുക. അത് പെട്ടെന്ന് തന്നെ എത്താനായിട്ട് പറ്റുന്നതാണ്. കുറച്ച് സമയം ഗെയിമിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്താനായിട്ട് പറ്റും. നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ സിൽവർ ലീഗും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 14 മില്യൺ മേലെ ആൾക്കാർ എയർ ഡ്രോപ്പിന് എലിജിബിൾ ആവും. അപ്പോൾ നമുക്ക് ടോട്ടലി ഉള്ള ഒരു എയർ ഡ്രോപ്പ് മൊത്തത്തിൽ ഡൈല്യൂട്ടായി പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ല അവർ സിൽവർ അതുപോലെ തന്നെ ഗോൾഡിനൊക്കെ അലോക്കേഷൻ വളരെ കുറച്ച് കൊടുത്തിട്ട് ബാക്കി ഉള്ള ലീഗ്സിലേക്ക് കൂടുതൽ അലോക്കേഷൻ കൊടുക്കുകയാണെങ്കിലും വലിയ രീതിയിലേക്കൊരു ഡയല്യൂഷൻ ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവരിങ്ങനെ ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഈ ഒരു മേലെയുള്ള ടയറിലുള്ളവർക്ക് മാത്രം എയർ ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി കമ്മ്യൂണിറ്റീൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് നല്ല രീതിയിൽ വിമർശനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കണം അവർ സിൽവർ ലീഗ് മുതൽ എയർ ഡ്രോപ്പ് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് അനൗൺസ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പം ഇത്രേ പറയാനുള്ളൂ. ഒരിക്കലും മിസ്സാക്കരുത്. നിങ്ങൾ നേരത്തെ ജോയിൻ ചെയ്തില്ല എന്ന് കരുതി മാറി നിൽക്കരുത്. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. സിൽവർ ലീഗിലേക്കെങ്കിലും എത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് വരാനായിട്ട് പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എയർ ഡ്രോപ്പുകളെ കുറിച്ച് സംസാരിക്കാം. ഓൾറെഡി നമ്മുടെ ചാനലിൽ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളത് വീണ്ടും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ 2 പ്രൊജക്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലം ആണ്, രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് കിക്ക് ഫാൻസ് ആണ്. രണ്ടിനെക്കുറിച്ചും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇനിയും ഈ ഒരു എയർ ഡ്രോപ്പുകളിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബൈനാൻസിൻ്റെ MVB7 ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അതിൽ ഈ 2 പ്രൊജക്റ്റുകളിലും ബൈനാൻസ് ലാബ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാനായിട്ട് പോകുന്നത്. ബൈനാൻസ് ലാബ് മാത്രമല്ല, കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഭാഗത്തു നിന്നും ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊജക്റ്റുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 പ്രൊജക്റ്റുകളും ബൈനാൻസിലേക്കും കൂടെ ലിസ്റ്റിംഗ് വരാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ 2 പ്രൊജക്റ്റുകൾക്കും കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മാക്സിമം നല്ല രീതിയിൽ ഈ പ്രൊജക്റ്റുകളുടെ പോയിൻറ്സും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ 2 എയർ ഡ്രോപ്പുകളിൽ ബ്ലമ്മാണ് ഏറ്റവും ആദ്യം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമുക്ക് ബ്ലമ്മിൻ്റെ ലിസ്റ്റിംഗ് ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കുറേ പേര് സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ബ്ലം ഈ മാസം തന്നെ ലിസ്റ്റ് ചെയ്യും എന്നാണ്. അപ്പം ബ്ലമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും അതിൽ ഡെയിലി ടാസ്കുകൾ അതുപോലെ തന്നെ ഗെയിം കളിച്ചിട്ടുള്ള പോയിൻറ്സും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്ത് വെക്കുക. എത്രത്തോളം പോയിൻറ്റ്സ് നിങ്ങൾ ഏൺ ചെയ്യുന്നോ അതിന് പ്രൊപ്പോർഷണലായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്ന എയർ ഡ്രോപ്പ്.
അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. കാറ്റിസൺ തീർച്ചയായിട്ടും ബൈനാൻസിൽ ലിസ്റ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ കാറ്റിസണിൽ ഇനിയും ജോയിൻ ആവാത്ത ആളുകൾ മാക്സിമം ജോയിൻ ചെയ്ത് സിൽവർ ലീഗിലെങ്കിലും എത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.